إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وسيجنبها الأتقى الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതം മുഴുവനും അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്രമപ്പെടുത്താനും മുത്തഖീങ്ങളും മുഅ്മിനുകളുമായി ജീവിക്കാനും പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുമായി ബന്ധം സ്ഥാപിക്കുന്നവരും ഇടപഴകുന്നവരും നല്ലവരാകണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളൊരു വിവാഹാന്വേഷണം നടത്തുകയാണെങ്കിൽ ചെറുക്കനെപ്പറ്റിയും പെണ്ണിനെപ്പറ്റിയും വീട്ടുകാരെപ്പറ്റിയും അവരുടെ സ്വഭാവത്തെപ്പറ്റിയും പെരുമാറ്റത്തെക്കുറിച്ചുമാണ് നമ്മൾ ചോദിക്കാറുള്ളത്. നമ്മൾ ഇടപഴകുന്ന എല്ലാ മേഖലകളിലും നമ്മൾ ആരൊക്കെയായിട്ട് ബന്ധപ്പെടുന്നോ അവരൊക്കെ നല്ലവരാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഡോക്ടറെ അടുക്കൽ പോവുകയാണെങ്കിൽ ആ ഡോക്ടർ നല്ല ഡോക്ടർ ആവണം, നമ്മളൊരു ഉദ്യോഗസ്ഥൻ അയാൾ നല്ല ആളാവണം, അയാൾ നല്ല സ്വഭാവമുള്ള ആളാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കച്ചവടക്കാരനാണെങ്കിൽ ഒരു നല്ല കച്ചവടക്കാരൻ ആകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മളെ തൊഴിലാളികളൊക്കെ, നമ്മളെ കീഴിൽ പണിയെടുക്കുന്ന ആൾക്കാർ നല്ല പണിക്കാരാകണം, നല്ല തൊഴിലാളികളാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരൊക്കെ നല്ലവരാകണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മളോട് സ്വന്തം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നമ്മളെപ്പറ്റി ബാക്കിയുള്ളവർക്ക് എന്തായിരിക്കും അഭിപ്രായം? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മതപരമായി ദീനിയായി ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ എന്നും ചില ആൾക്കാരെ പറ്റി ഓർക്കും. ആ ആൾക്കാരെ പറ്റി നമ്മൾ മറ്റവരോട് പറയും. അതാരായിരിക്കും? നമ്മളുമായി ഇടപഴകിയ നല്ല മനുഷ്യരെ പറ്റിയാണ് നമ്മളത് പറയുക. എന്നും നമ്മൾ അവരെ ഓർക്കും. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു പ്രാർത്ഥന കാണാം. വജ്അൽ ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, വജ്അൽ ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. പടച്ചോനെ, എന്നെ നീ ഉൾപ്പെടുത്തേണ്ടത്
എൻ്റെ കാലശേഷം വരുന്ന ആൾക്കാർ എന്നെപ്പറ്റി നല്ലത് പറയുന്ന ഒരാളാക്കി മാറ്റണം പടച്ചോനെ. ഇപ്പം മരിച്ചതിന് ശേഷം നമ്മളെ കാലം കഴിഞ്ഞ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഒക്കെ നമ്മളെപ്പറ്റി ഒരാൾ നല്ലത് പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാക്കുന്ന സന്തോഷം എത്രയാണ്. മരിച്ചതിന് ശേഷം നമുക്ക് നമ്മളെപ്പറ്റി ബാക്കിയുള്ളവർ നല്ലത് പറയണമെങ്കിൽ മരിക്കുന്നത് വരെ അങ്ങനെ ജീവിക്കണ്ടേ? മരിക്കുന്നത് വരെ അങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ മരണത്തിന് ശേഷവും നമ്മളെ മക്കളും പേരക്കുട്ടികളും ബാക്കിയുള്ളവരൊക്കെ നമ്മളെപ്പറ്റി നല്ലത് പറയുള്ളൂ. ഇതൊരു വലിയ തൗഫീഖാണ് അല്ലാഹ്ന്റെ. ഒരുപാട് ആൾക്കാരും മരിച്ചു പോകുന്നുണ്ട്. നമ്മളും ഒരു ദിവസം മരിച്ചു പോകും. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരുപാട് ആളുകളെ ബാക്കിയാക്കിയിട്ട് പോവാണ്. നമ്മൾ ബന്ധപ്പെടുന്ന ഒരുപാട് ആൾക്കാരെ. ആ ആളുകളുടെയൊക്കെ മനസ്സിൽ നമ്മളെ സ്ഥാനം എങ്ങനെയായിരിക്കും? ഇപ്പൊ ചില ആൾക്കാരൊക്കെ മരിച്ചാൽ നമ്മൾ പറയും. ഇപ്പൊ കഴിഞ്ഞ ദിവസം കോട്ടക്കൽ രണ്ടത്താണി ഖാലിദ് ഹാജി മരണപ്പെട്ടു. നമ്മളെ കൂട്ടത്തിൽ പല ആൾക്കാരും അദ്ദേഹത്തിന്റെ ജനാസയിൽ പങ്കെടുത്തു, മയ്യത്ത് നിസ്കരിച്ചു. അദ്ദേഹം ഒമാനിലെ ഒരു വലിയ ബിസിനസ്സുകാരനാണ്. പക്ഷേ ആ ബിസിനസ്സുകാരൻ എന്ന പേരിലല്ല അദ്ദേഹം അറിയപ്പെടുന്നത്. ഒരു വലിയ ഉദാര മനസ്കൻ, എല്ലാവരോടും നന്നായി മാത്രം സംസാരിക്കുന്ന, നല്ലത് മാത്രം പറയുന്ന, മുന്നിൽ ആര് വന്നാലും സന്തോഷത്തോടെയല്ലാതെ മടക്കി അയക്കാത്ത ഒരു നല്ല മനുഷ്യൻ. ഒരുപാട് പണ്ഡിതന്മാർ, ഒരുപാട് നേതാക്കന്മാർ മയ്യത്ത് കണ്ടു, മയ്യത്ത് നമസ്കരിച്ചു. അവര് പലരും അദ്ദേഹത്തെക്കുറിച്ച് എഴുതി പറഞ്ഞു. ഒരു മനുഷ്യനെക്കുറിച്ച് അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഈ നാട്ടിലെ നമ്മുടെ ഈ സ്ഥാപനങ്ങൾക്കൊക്കെയും അദ്ദേഹത്തിന്റെ കൈകൊണ്ട് ലഭിച്ചതിൻ്റെ ഒരു പങ്കുണ്ട്. അദ്ദേഹത്തെ നമ്മയും അള്ളാഹു ജന്നാത്തിൽ ഫിറദൗസിൽ വെച്ച് കൂട്ടുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ഹസനാത്തുകൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ചില ആൾക്കാർ, ചില സ്വഹാബികൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ആ സ്വഹാബികൾ ഇങ്ങനെ ചോദിച്ചത്, ഖൈറുന്നാസ് ആരാണ്? മനുഷ്യരിൽ ഏറ്റവും നല്ലവനാരാ, ഉത്തമനാരാണ്? നബിയുടെ അടുക്കൽ വന്ന് സ്വഹാബ കിറാം റളിയല്ലാഹു തആല അൻഹു വിവിധ സന്ദർഭങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത ചില മറുപടികളുണ്ട്. ആ മറുപടികളിലുണ്ട് നല്ലവനായി ജീവിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും എന്നതിൻ്റെ ഉത്തരം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അത് ഉദ്ധരിക്കുന്നത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ മൂന്നാമത്തെ ഖലീഫ. അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളെ കൂട്ടത്തിൽ, മനുഷ്യരെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ, നല്ല മനുഷ്യൻ ഖുർആൻ പഠിക്കുന്നവനും അത് പഠിപ്പിക്കുന്നവനുമാണ്. പഠിക്കുന്നവൻ എന്നാണ് ആദ്യം പറഞ്ഞത്, പിന്നെയാണ് പഠിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞത്. കാരണം പഠിപ്പിക്കുന്നവൻ അത് പഠിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? എല്ലാ നല്ല സ്വഭാവങ്ങളും ഖുർആനിൽ നിന്ന് കിട്ടേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ ഭൂമിയിൽ ജീവിച്ച ഏറ്റവും നല്ല മനുഷ്യൻ. നബിയോളം നല്ല മനുഷ്യൻ ലോകത്തുണ്ടായിട്ടില്ല. നബിയുമായി ഇടപഴകിയവരൊക്കെയും നബിന്റെ റിസാലത്തിനെ എതിർത്തെങ്കിലും നബിന്റെ വ്യക്തിത്വത്തെ എതിർത്തില്ല. നബിന്റെ സ്വഭാവത്തെ, നബിന്റെ പെരുമാറ്റത്തെ ഒരാൾക്കും രണ്ടഭിപ്രായം ഉണ്ടായിരുന്നില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ ബീവിയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയായിരുന്നു നബിന്റെ സ്വഭാവം, എങ്ങനെയുള്ള ആളാണ് നബി? കാന ഖുലുഖുഹു അൽ ഖുർആൻ, കാന ഖുലുഖുഹു അൽ ഖുർആൻ. ഖുർആനാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം എന്നാ. അപ്പോൾ ഖുർആനാണ് നമ്മളെ സ്വഭാവം രൂപീകരണം നടത്തേണ്ടത്. ഖുർആൻ ഇറങ്ങുന്ന കാലത്തുണ്ടായിരുന്ന മനുഷ്യന്മാരുടെ സ്വഭാവം എന്തായിരുന്നു? ഇടപഴകാൻ പറ്റിയ ആൾക്കാരായിരുന്നോ? പെരുമാറാൻ പറ്റിയ ആൾക്കാരായിരുന്നോ? അവരെ ഇടപാടുകൾ, സംസാരങ്ങൾ, ബന്ധങ്ങൾ, സ്വഭാവം, പെരുമാറ്റം, കുടുംബജീവിതം, ലൈംഗികമായ വിഷയങ്ങൾ, ഇടപാടുകൾ എല്ലാം നോക്കി നിങ്ങൾ, എല്ലാം തിന്മയാണ്. വ്യഭിചാരവും പലിശയും കൊള്ളയും യുദ്ധവും എല്ലാം നിറഞ്ഞു നിന്നിരുന്നൊരു കാലം. ഏറ്റവും മോശപ്പെട്ട മനുഷ്യന്മാര്. ഖുർആൻ അവർക്ക് ഇറങ്ങിയത്. എന്നിട്ട് ആ ഖുർആൻ അവരെ മാറ്റി. എങ്ങനെ മാറ്റി? ഈ ഭൂമിയിൽ ജീവിച്ച ഏറ്റവും നല്ല മനുഷ്യന്മാർ ജീവിച്ചത്
കുറേ നല്ല മനുഷ്യന്മാർ, ഭൂമിയിലെ ഏറ്റവും നല്ല മനുഷ്യന്മാരാരാണ്? ഖൈറുന്നാസി ഖർനി. റസൂലുള്ളാഹി പറയാണ്, ഏറ്റവും ഖൈറായ തലമുറ എൻ്റെ കൂടെ ജീവിച്ച എൻ്റെ തലമുറ എന്നാ. ആ സ്വഹാബികൾ എന്താ മാറാൻ കാരണം? ജാഹിലിയത്തിലുണ്ടായ ഏറ്റവും മോശം, പെരുമാറാൻ അടുപ്പിക്കാൻ പറ്റാത്ത ആൾക്കാരായിരുന്നു. അവർ മാറി, അവരെ മാറ്റിയത് ഖുർആനാണ്. അവരെ സ്വഭാവം മാറി, പെരുമാറ്റം മാറി, ഏറ്റവും നല്ലവരായിട്ട് അവർ മാറി. ഇപ്പൊ സഹോദരങ്ങളെ, ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിച്ച് മരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഖുർആൻ പഠിതാവാകണം, ഖുർആൻ പഠിക്കണം. ഖുർആൻ പഠിക്കുന്നവരെ സ്വാഭാവികമായും അത് മാറ്റും. കാരണം അതൊരു മുഅ്ജിസത്താണ്. ഖുർആൻ ഒരു മുഅ്ജിസത്താണ്, അമാനുഷിക ഗ്രന്ഥമാണ്. എന്താണ് ഖുർആനിന്റെ അമാനുഷികത? മൂസാ നബിക്ക് അല്ലാഹു കൊടുത്ത മുഅ്ജിസത്ത് ഒരു വടി, അത് പാറമലടിച്ചപ്പോൾ 12 ഉറവ് പൊട്ടി, ചെങ്കടൽ അത് അടിച്ചപ്പോൾ അത് പിളർന്നു, അത് മാറി, വഴി മാറി നിന്നു, വഴിയുണ്ടായി, അല്ലെ? അത് മൂസാ നബിന്റെ മുഅ്ജിസത്താ. നബിക്ക് കൊടുത്ത ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഖുർആനാ, അല്ലെ? ഖുർആനിന്റെ മുഅ്ജിസത്ത് എന്താ? അതിന്റെ അമാനുഷികത എന്താ? അത് ആ സമൂഹത്തെ മാറ്റി എന്നുള്ളതാ. ഖുർആന്റെ മാറ്റമാണ് അതിന്റെ ഇജാസ്. മനുഷ്യരെ മാറ്റും, എല്ലാവരെയും മാറ്റും ഖുർആൻ. അതുകൊണ്ട് നല്ല മനുഷ്യനായി ജീവിച്ചു മരിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനം അത് ഖുർആൻ പഠിക്കുക എന്ന് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഖൈറുന്നാസി, ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഖൈറുന്നാസി അൻഫഉഹും ലിന്നാസ്. ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനം കിട്ടുന്ന ഒരാള്, അയാളാണ് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായവൻ, നല്ല മനുഷ്യൻ. ഒരുപാട് ഉപകാരങ്ങൾ നമ്മളെ കൊണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഉപകാരം കിട്ടുക എന്നുള്ള സാമ്പത്തികം മാത്രമല്ല, നമ്മളുമായി ഇടപഴകുന്ന ആളുകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ചെയ്തു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ എത്രമാത്രം മറ്റുള്ളവർക്ക് നമ്മൾ പ്രയോജനപ്പെട്ടു. ഒരു അയൽവാസി എന്ന നിലക്ക് പ്രയോജനപ്പെട്ടോ, ഒരു ആരോഗ്യമുള്ള ആള് എന്ന നിലക്ക് ഒരു രോഗിക്ക് നമ്മൾ പ്രയോജനപ്പെട്ടോ, ഒരു സമ്പന്നൻ എന്ന നിലക്ക് ഒരു ദാരിദ്ര്യം, ഒരു പാവപ്പെട്ടവന് ഉപകാരപ്പെട്ടോ. നമുക്ക് എന്താണോ ഉള്ളത് അത് ബാക്കിയുള്ളവർക്ക് പ്രയോജനപ്പെട്ടോ എങ്കിൽ ഖൈറുന്നാസാണ്, ജനങ്ങളിൽ ഉത്തമനാണ്, ഒരു നല്ല മനുഷ്യനാണ്. ഉപകാരപ്പെടുക എന്ന് പറഞ്ഞാൽ തിന്മ തടയുക, നന്മ കൽപ്പിക്കുക, അതുപോലെ തന്നെ നന്മകൾ പറയുക, അറിവ് പകർന്നു നൽകുക, സംശയങ്ങൾ ദൂരീകരിക്കുക, അങ്ങനെ ദീനും ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ബാക്കിയുള്ള ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്നതാണ്. ഒരാളൊരു സംശയം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക, അതൊരു വലിയൊരു പ്രയോജനമാണ്. നമ്മളെക്കൊണ്ട് എന്താണോ ചെയ്തു കൊടുക്കാൻ പറ്റുക അത് ചെയ്യണം, എങ്കിൽ അവൻ ഒരു നല്ല മനുഷ്യനായിട്ട് റസൂലുള്ളാഹി പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാണ്, റളിയല്ലാഹു അൻഹുമാ ഖാല ലം യകുനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാഹിഷൻ വലാ മുതഫഹിഷൻ വകാന യഖൂലു ഇന്ന മിൻ ഖിയാരിക്കും അഹ്സനുക്കും അഖ്ലാഖാ. റവാഹു ബുഖാരി 3559 നമ്പർ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു ഫാഹിഷോ മുതഫഹിഷോ ആയിരുന്നില്ല. വേണ്ടാത്തൊരു കാര്യം ചെയ്യുന്നവനോ വേണ്ടാത്തൊരു കാര്യം ചെയ്യാൻ കൽപ്പിക്കണോനോ ആയിരുന്നില്ല. വേണ്ടാത്തൊരു കാര്യം നമ്മൾ ചെയ്യുക, വേണ്ടാത്തൊരു കാര്യം ചെയ്യാൻ വേറെ ആളോട് പറയുക, ഇത് രണ്ടുണ്ടാവരുത്. രണ്ടുണ്ടായാൽ നല്ല മനുഷ്യൻ എന്ന പട്ടികയിൽ നിന്ന് പോകും. എന്നിട്ട് പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, ഇന്ന മിൻ ഖിയാരിക്കും അഹ്സനുക്കും അഖ്ലാഖ, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവര് നല്ല സ്വഭാവമുള്ള ആളുകളാണ് എന്ന്. അപ്പൊ പെരുമാറ്റം, സ്വഭാവം അത് നന്നാക്കുക എന്നുള്ളതാണ്. മറ്റൊരിക്കൽ റസൂൽ പറഞ്ഞു, ഇന്ന അഹബ്ബക്കും ഇലയ്യ, എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, വഅഖറബുക്കും മിന്നി ഫിൽ ആഖിറ വഅഖറബക്കും മിന്നി ഫിൽ ആഖിറ, പരലോകത്തിൽ ഞാനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ആരായിരിക്കും എന്നറിയോ? മഹാസിനുക്കും അഖ്ലാഖ, ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകളായിരിക്കും. എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും ഖിയാമത്ത് പരലോകത്ത് എന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നതും സൽസ്വഭാവികളായ ആളുകളായിരിക്കും എന്നാണ്. അപ്പൊ സ്വഭാവം നന്നാക്കാന്ന് പറഞ്ഞാൽ റസൂൽ തന്നെ പറയാണ്, ഒരു നല്ല മനസ്സുണ്ടാവുക, ശുദ്ധമായ ഹൃദയം, സത്യസന്ധമായ നാവ്, ഇത് രണ്ടുണ്ടായാൽ ആ തടി നന്നാകും, ആ മനുഷ്യൻ നന്നാകും. റസൂൽ പറയാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ തന്നെ പറയാണ്, ഖുൽനാ യാ നബി അല്ലാഹ്
ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, മൻ ഖൈറുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ നല്ലവൻ ആരാണ് റസൂലെ? ഖാല, റസൂൽ പറഞ്ഞു, ദുൽ ഖൽബിൽ മഹ്മൂം, കൽബുൽ മഹ്മൂം ഉള്ളവനാണ്. വൽ ലിസാനു സാദിഖ്, സാദിഖായ ലിസാനുമുള്ളവനാണ് ഏറ്റവും നല്ലവൻ. കീല, ചോദിച്ചു ഞങ്ങൾ, മൽ കൽബുൽ മഹ്മൂം, ഈ കൽബുൽ മഹ്മൂം എന്ന് പറഞ്ഞാൽ എന്താ? കൽബുൽ മഹ്മൂം ഉള്ളവനാണ് ഏറ്റവും നല്ലവൻ എന്നാണ്. ഹുവ അത്തഖിയ്യുൻ നഖിയ്യ, ആ ഹൃദയത്തിൽ സൂക്ഷ്മത ഉണ്ടാകും, ആ ഹൃദയം നല്ല ക്ലിയർ ആയിരിക്കും, നഖിയായിരിക്കും. അല്ലദി ലാ ഇസ്മ വലാ ബഗ്യ വലാ ഹസദ, ആ ഹൃദയത്തിൽ അസൂയ ഉണ്ടാകൂല, വിദ്വേഷം ഉണ്ടാകൂല, തെറ്റുകളും തിന്മകളും ആ ഹൃദയത്തിൽ ഉണ്ടാവൂല. ഇപ്പൊ സഹോദരങ്ങളെ, ഒരു നല്ല മനസ്സിന്റെ ഉടമയാകുക, നല്ലത് മാത്രം ചിന്തിക്കുന്ന ഒരു മനസ്സുണ്ടാവുക, സത്യം മാത്രം പറയുന്നൊരു നാവ് ഉണ്ടാകുക, അത് ഏറ്റവും നല്ല മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഇനി റസൂൽ പറയാൻ, നമ്മളിങ്ങനെ ഇടപഴകി ജീവിക്കുമ്പോൾ ആരാണ് നല്ല മനുഷ്യൻ? നമ്മൾ കണ്ടാൽ, ഒരാളെ കണ്ടാൽ അയാളെ വിളിച്ച് ഒരു ചായ വാങ്ങിക്കൊടുക്കാൻ, ചായക്കടന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ചായ കുടിക്കുമ്പോൾ വാ ചായ വാ, ചില ആളുകൾ അങ്ങനെ കാണാം, വിളിച്ചു വരുത്തി സൽക്കരിച്ച് ഭക്ഷണം വാങ്ങിക്കൊടുക്കും, ഭക്ഷണം കൊടുക്കും. അതുപോലെ തന്നെ ഉടനെ തന്നെ കണ്ടാൽ സന്തോഷത്തോടെ സലാം പറയും. ഇത് ഒരു നല്ല മനുഷ്യന്റെ അടയാളമായി റസൂൽ പറഞ്ഞു. ഖൈറുക്കും മൻ അത്അമ അത്അമ വറദ്ദ സലാം, ഭക്ഷണം ഭക്ഷിപ്പിക്കുന്നവനും സലാം പറയുകയും സലാം അടക്കുകയും ചെയ്യുന്നവൻ നിങ്ങളെ കൂട്ടത്തിൽ ഖൈറുക്കും നല്ല മനുഷ്യന്മാരാണ്. ഇപ്പൊ കണ്ടാൽ ഇങ്ങനെ തലതാത്തി ചില ആൾക്കാർ ഇങ്ങനെ താഴോട്ട് നോക്കിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും കളഞ്ഞു പോയത് തെരഞ്ഞു പോണ ആൾക്കാരുമാരെ ചില ആൾക്കാർ പോവുക. അങ്ങനെയല്ല. നമ്മളൊരു വഴിക്ക് നടന്നു പോകുമ്പോൾ മുസ്ലിമീങ്ങൾ എതിർവശത്ത് വരുമ്പം അവർക്കൊക്കെ സലാം പറയാ. മദീനത്തെ പള്ളിയിൽ സ്വഹാബികൾ ഇങ്ങനെ പോയി മാറി നിൽക്കുമായിരുന്നു സലാം കിട്ടാൻ, എന്നാ ഓരോ തൂണി മാറി ഇങ്ങനെ നിൽക്കുമായിരുന്ന. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു നമ്മളെ കൊണ്ട് കഴിയുന്നത് എന്താണോ, അതൊരു 10 രൂപേൻ്റെ ഒരു ചായ ആണെങ്കിൽ അതെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുത്ത് അതൊന്ന് കുടിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അവർ നല്ല മനുഷ്യരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വയുത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ ഇന്നാ നഖാഫു മിൻ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറ. മുഖം ചുളിയുന്ന ഭീകരമായ ശിക്ഷ വരുന്ന ആ ദിവസം ചില ആളുകൾ രക്ഷപ്പെടും. ആരായിരിക്കും എന്നറിയോ? അവര് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഭക്ഷണം കൊടുത്തവരാണ്. പാവങ്ങൾക്കും അഗതികൾക്കും ബന്ധനസ്ഥർക്കുമൊക്കെ ഭക്ഷണം കൊടുത്ത ആളുകളെ അവർ പരലോകത്ത് അള്ളാഹു ഏറ്റവും പ്രയാസകരമായ അവസ്ഥയിൽ അവർക്ക് രക്ഷ കൊടുക്കും എന്നാണ്. ഇനി അത് മാത്രമല്ല, റസൂൽ പറയാണ്, നന്മ ആഗ്രഹിക്കുക അതൊരു നല്ല മനുഷ്യന്റെ അടയാളമാണ്. നന്മ ആഗ്രഹിക്കുക. ആർക്ക്? എനിക്ക് നന്മ ആഗ്രഹിക്കുക എന്നുള്ളതല്ല, എനിക്ക് നന്മയെ ആഗ്രഹിക്കൂ, അതൊരു മനുഷ്യന്റെ ഒരു പ്രകൃതമാണ്. എന്നാൽ മറ്റുള്ളവർക്ക് നന്മയുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുക ഒരു നല്ല മനുഷ്യന്റെ അടയാളമായി റസൂൽ പറയാണ്. ഒരിക്കൽ അബൂ ഹുറൈറ തന്നെ പറയാണ്, വഖഫ അലാ നാസിൻ ജുലൂസ് ഖാല, ഈ ആൾക്കാരൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലത്തിലേക്ക് നബി വന്നു. അലാ ഉഖ്ബിറുക്കും ബിഖൈരിക്കും മിൻ ശർരിക്കും, നിങ്ങൾക്കറിയോ നിങ്ങളെ നല്ല മനുഷ്യനാരാണ് ചീത്ത മനുഷ്യനാരാന്ന് അറിയോന്ന് ചോദിച്ചു. ഖാല ഫസക്കത്ത്, അവരാരൊന്നും മിണ്ടിയില്ല, കാരണം റസൂല ചോദിക്കണത്. ഫകാന ദാലിക 3 മർറാത്ത്, 3 വട്ടം ചോദിച്ചു. റസൂൽ ആവർത്തിച്ചു, ആരാണ് നല്ല മനുഷ്യൻ, ആരാണ് ചീത്ത മനുഷ്യൻ എന്നറിയോ? ഫഖാല റജുലുൻ ബലാ യാ റസൂലല്ലാഹ് അഖ്ബിർന ബിഖൈരിന മിൻ ശരിന. 3 വട്ടം ചോദിച്ചപ്പം ആ കൂട്ടത്തിന്റെ ആൾ പറഞ്ഞു, റസൂലേ ഞങ്ങൾക്കറിയില്ല, ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം, ഞങ്ങളെ കൂട്ടത്തിൽ നല്ലവരാരാണ്, ചീത്ത ആളുകൾ ആരാണെന്ന് പറഞ്ഞു തരണം. ഖാല, റസൂൽ പറഞ്ഞു, ഖൈറുക്കും മൻ യുർജാ ഖൈറുഹു വയുഅ്മനു ശർറുഹു, അവനിൽ നിന്ന് എനിക്ക് നന്മയേ ഉണ്ടാകൂ, ഒരു തിന്മയും എനിക്കുണ്ടാവുകയില്ല. അങ്ങനെ ആരൊക്കെണ്ടോ അവരൊക്കെ ഖൈറാണ്, അതല്ലാത്തവരൊക്കെ ഷർറാണ്. നന്മ മാത്രമേ ഉണ്ടാകൂ, ഒരു ഷെറും അയാളിൽ നിന്ന് എനിക്കുണ്ടാവില്ല. കുടുംബം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നല്ലവരായിട്ട് നമ്മൾ സാധാരണഗതിയിൽ പുറത്തിറങ്ങിയ പല ആൾക്കാരും നല്ല മനുഷ്യന്മാരാ, ജനങ്ങളോട് കൂട്ടുകാരോട് ഒക്കെ നല്ല നിലക്ക് പെരുമാറാനൊക്കെ ഉഷാറാ. പക്ഷെ വീട്ടിൽ കണ്ടു ചെന്നാൽ പെരുമാറാൻ അറിയില്ല. ചില ആൾക്കാർക്ക് വീട്ടിലേക്ക് ചെന്നാൽ പെരുമാറാൻ അറിയില്ല. കൂട്ടുകാരോട് നാട്ടിലൊക്കെ വളരെ മാന്യന്മാരാണ്,
പക്ഷെ വീട്ടുകാരോട് അറിയില്ല. റസൂലുള്ളാഹി ആയിഷ ബി പറയാണ്, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യന്മാര് കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ്. വ അന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ എന്റെ കുടുംബത്തോട് ഏറ്റവും നന്നായിട്ടാണ് പെരുമാറുന്നത്. അതാണ് റസൂൽ പറയാ. ആയിഷ ബി പറഞ്ഞതായിട്ട് റസൂലുള്ളാഹി പറയാണ്. ആയിഷ ബി പറയാണ് റസൂലുള്ളാഹി പറഞ്ഞതായിട്ട്, ഞാൻ എന്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. അതുകൊണ്ട് സ്വന്തം കുടുംബത്തോട്, വീട്ടുകാരോടാണ് ഏറ്റവും നന്നായി പെരുമാറേണ്ടത്. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ ഖിയാറുക്കും ലിനിസാഇക്കും. അതിലെടുത്തു പറയേണ്ടത് ഭാര്യമാരോടുള്ള പെരുമാറ്റമാണ്. റസൂൽ പറയാണ് വീട്ടുകാരോട് ഏറ്റവും നന്നായി പെരുമാറുക. വീട്ടുകാരാരാണ്? പ്രായമായ വാപ്പ, പ്രായമായ ഉമ്മ, അവരൊക്കെ ഉണ്ടാകും. അവരൊന്നും നമ്മുടെ ഈ പുതിയ കാലത്തിന് പറ്റിയ ആൾക്കാരൊന്നും ആവൂല. അപ്പം അവരോട് നമ്മൾ മുഖം കറുപ്പിക്കുന്നത്, മുഖം ചുളിക്കുന്നതൊക്കെ വലിയ തെറ്റാണ്, മഹാപാപമായിട്ട് എണ്ണി പറഞ്ഞ കാര്യമാണ്. ചെയ്യുന്നൊരു വാക്കുപോലും പറയരുത്. കാരുണ്യത്തിന് ചിറകുകൾ താഴ്ത്തി കൊടുക്കണം. എത്രയോ നമ്മൾ കേട്ടതും പഠിച്ചതുമാണ്. ഏറ്റവും നന്നായിട്ട് നമ്മൾ സംസാരിക്കേണ്ടത്, ഏറ്റവും നന്നായി പെരുമാറേണ്ടത്. ഞാൻ ഏറ്റവും നന്നായി ആരോടെ പെരുമാറേണ്ടത്? ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും നന്നായി ആരോടെ പെരുമാറേണ്ടത്? എന്നെപ്പറ്റി ഏറ്റവും നല്ലവനാണെന്ന് എന്നെപ്പറ്റി ആദ്യം പറയേണ്ടത് ആരാ? സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ ഉമ്മയാണ്. എന്നെപ്പറ്റി ഏറ്റവും നല്ലത് പറയേണ്ടത്, എന്നെപ്പറ്റി ഏറ്റവും നല്ലവനാണെന്ന് പറയേണ്ടത് എൻ്റെ ഉമ്മയാണ്. റസൂലിനോട് ചോദിക്കുന്നുണ്ട്, റസൂലെ ഞാൻ ഏറ്റവും നന്നായി അങ്ങനെ തന്നെയാണ് ചോദ്യം. ഞാൻ ഏറ്റവും നന്നായി പെരുമാറേണ്ടത് ആരോടാണ്? ഉമ്മയോട് അല്ലേ റസൂൽ പറയണം. അപ്പയുണ്ടവിടെ, അതുപോലെ തന്നെ ഭാര്യമാരുണ്ട്. ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറണം. പലപ്പോഴും അങ്ങനെയാണ്. ഏറ്റവും മോശമായിട്ട് ആരോടെങ്കിലുമൊക്കെ പെരുമാറുന്നുണ്ടോ, അത് ചിലപ്പം സ്വന്തം ഭാര്യമാരോടായിരിക്കും. സഹോദരങ്ങളെ, പരലോകത്തെ ഭയമുണ്ടെങ്കിൽ, ഖബറിനെ പേടിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ താക്കീത് നൽകിയിട്ടുണ്ട്. നിങ്ങൾ നന്നായി പെരുമാറണമെന്ന്. ത്വലാഖിന്റെ വക്കിൽ നിൽക്കുന്ന അത്രയും പ്രശ്നമുള്ള ദാമ്പത്യമാണെങ്കിൽ പോലും, സുബ്ഹാനല്ലാഹ്, ഖുർആൻ വായിച്ചു നോക്കി നിങ്ങൾ. ത്വലാഖിന്റെ വിഷയങ്ങൾ പറയുന്നിടത്ത് വരെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? മാന്യമായിട്ട് അവരെ പറഞ്ഞു വിടണമെന്നാ ഖുർആന്റെ ആയത്താ. സറാഹൻ ജമീല, നിങ്ങൾ അവരെ മാന്യമായി പറഞ്ഞു വിടണം. ത്വലാഖ് ചെല്ലേണ്ട വിഷയം വന്നുവെങ്കിൽ പോലും മാന്യമായിട്ട് പെരുമാറണമെന്ന് റസൂൽ പഠിപ്പിച്ചത്. പിന്നെ അതൊന്നുമില്ലാതെ നമ്മളെ 3, 4, 5 മക്കളെ പ്രസവിച്ച് നമ്മളെ മക്കളെ പോറ്റുന്ന നമ്മളെ ഭാര്യനോട് എങ്ങനെ പെരുമാറണം, എത്ര നന്നായി പെരുമാറണം? തലാഖിന്റെ വക്കിൽ നിൽക്കുന്നവരോട് പോലും അങ്ങനെ പെരുമാറണമെന്ന ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അഖ്ബർനി അൻ ഖുലുഖി റസൂലില്ലാഹി ഫഖാൽതു കാന ഖുലുഖുൽ ഖുർആൻ എന്ന് സൂചിപ്പിച്ചു. ഉസ്വത്തുൻ ഹസന, ഏറ്റവും ഉത്തമമായ മാതൃക അല്ലാഹുവിന്റെ റസൂലിന്റെ മാതൃകയാണ്. അല്ലാഹു ഞാൻ ഓതി വെച്ച ആയത്ത് നരകശിക്ഷയെക്കുറിച്ച് അല്ലാഹു പറയാണ്. പലപ്പോഴും പല ആളുകളും തെറ്റിപ്പോകുന്നത് സ്വത്തിന്റെ മുതലിന്റെ പേരിലൊക്കെ പലരും സ്വഭാവം മോശമാകും. പലരും അങ്ങനെയാണ്. സ്വഭാവം മോശമാകാൻ, പെരുമാറ്റം മോശമാകാൻ പല കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കാരണം, അത് സാമ്പത്തികമായ വിഷയങ്ങളായിരിക്കും. പൈസ കയ്യിലുണ്ടാകും, നല്ല സ്വാഭാവികക്കാരം. പൈസ ഇല്ലെങ്കിൽ വളരെ ചീത്ത, അടുക്കാൻ പോലും പറ്റാത്ത സ്വാഭാവികക്കാരൻ. ചില ആൾക്കാർ അങ്ങനെയാണ്. അങ്ങനെ കയ്യിൽ വരുന്ന കാശിന്റെയോ സമ്പത്തിന്റെയോ അതല്ല സഹോദരങ്ങളെ നമ്മളുടെ ഒരിക്കലും നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കേണ്ട, സ്വഭാവത്തെ രൂപീകരിക്കേണ്ട ഘടകങ്ങൾ അതൊന്നും ആകാൻ പാടില്ല. അല്ലാഹു തആല പറയാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവരാരാണെന്നറിയോ? ഫസയുജന്നബുൽ അത്ഖ അല്ലദീ യുതി മാലഹു യതസക്ക വമാ ലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ല ബിത്തിഗാഹ വജ്ഹി റബ്ബിഹിൽ അലാ വല സൗഫ യർലാ. നാളെ തൃപ്തിപ്പെട്ടവനായി കണ്ടെത്തുന്നവൻ, റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് അവന്റെ സമ്പത്ത് ശുദ്ധീകരിക്കുന്നവൻ, ഒരാൾക്കും ഒരു പ്രത്യുപകാരവും അവനിൽ നിന്ന് ആഗ്രഹിക്കാത്തവൻ. നൽകുന്നു, സൂക്ഷ്മത പാലിക്കുന്നു, ഏറ്റവും നല്ല ഖുർആനെ സത്യപ്പെടുത്തുന്നു എങ്കിൽ ഏറ്റവും എളുപ്പമുള്ളതിലേക്ക്, സ്വർഗത്തിലേക്ക് നാം അവന് വഴി എളുപ്പമാക്കി കൊടുക്കും. പിന്നെന്താ മുതലെന്ന് പറഞ്ഞാൽ വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ. ഈ ആയത്ത് മുഴുവനും ഖുർആനിലെ ഒരു സൂറത്തിലെ ആയത്തുകളാണ്. അവൻ വീണുപോയാൽ, കടന്നുപോയാൽ, അവൻ മരിച്ചുപോയാൽ ഒന്നും അവന്റെ സ്വത്ത് അവന് പ്രയോജനപ്പെടില്ലല്ലോ. എന്തിനാണ് ഈ മോശമായിട്ട് പെരുമാറിയത്? എന്തിനാണ് ഈ ചീത്ത പറഞ്ഞത്? എന്തിനാണ് ആൾക്കാർക്ക് അങ്ങാടി അസഭ്യം പറഞ്ഞത്?
എന്തിനാണ് വഴക്ക് കൂടിയത്? എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കിയത്? എന്തിനാണ് ഏറ്റവും മോശപ്പെട്ട മനുഷ്യൻ എന്ന് പറയിപ്പിച്ചത്? എന്തിനാ? ഈ ചെറിയ ചെറിയ സാമ്പത്തിക വിഷയങ്ങൾക്കാണ്. എങ്കിൽ നിന്റെ മരണത്തോടുകൂടി ഒന്നുമില്ലാത്തവനായി ഫക്കീറായി മടങ്ങേണ്ടവനാണ് എന്ന ഓർമ്മപ്പെടുത്തലുകളാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ജീവിക്കുന്ന കാലം അത്രയും നമ്മുടെ സ്വഭാവം നന്നാക്കുകയും പെരുമാറ്റം നന്നാക്കുകയും ഒരു നല്ല മനുഷ്യനായി ജീവിക്കുകയും നമ്മുടെ മരണത്തിന് ശേഷവും നമ്മളുമായി ബന്ധപ്പെടുന്നവരൊക്കെ നമ്മളെപ്പറ്റി നല്ലത് മാത്രം പറയുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ വരികയും ചെയ്യണം. അതിന്റെ സ്വഭാവത്തെ മനഃപൂർവ്വം മാറ്റാൻ നമുക്ക് സാധിക്കണം. ഖുർആൻ പഠിക്കണം. ഖുർആന്റെ അടിസ്ഥാനത്തിൽ മാറാൻ നമുക്ക് കഴിയണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യന്റെ സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അവന്റെ എല്ലാ നന്മകളും ഇല്ലാതെയാക്കി ഏറ്റവും മോശപ്പെട്ടവനാക്കി മാറ്റുന്നൊരു കാര്യമാണ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുക എന്നുള്ളത്. ചില ആൾക്കാർക്ക് നാട്ടിലെ എല്ലാ കാര്യത്തിലും ഇടപെടണമെന്ന് നിർബന്ധമാണ്. ചില ആൾക്കാർക്ക് നാട്ടിലെ എല്ലാ കാര്യത്തിലും ഇടപെടണമെന്ന് നിർബന്ധമുള്ള ചില ആൾക്കാരുണ്ട്. ആ ഇടപെടലിലൂടെ ഉണ്ടാകുന്നത് നല്ലവനെന്ന ഒരവസ്ഥയിൽ നമ്മൾ പിന്നോട്ട് പോകുന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നൊരു ഹദീസ് ശ്രദ്ധിച്ച് കേൾക്കണം. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഗ്നി. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരു മനുഷ്യന്റെ ഇസ്ലാമിലെ വശ്യത, സൗന്ദര്യം എന്താണെന്നറിയോ? ഒരു മനുഷ്യന്റെ ഇസ്ലാമിലെ ഏറ്റവും നല്ല കാര്യം എന്താണെന്നറിയോ? തർക്കുഹു മാ ലാ യഗ്നി, അവൻ ആവശ്യമില്ലാത്ത കാര്യം ഒഴിവാക്കുക എന്നുള്ളതാണ്. എല്ലാ കാര്യത്തിലും ഇടപെടുന്നൊരു കാലാണെന്ന്. വിവാദങ്ങൾ നമ്മളെ നാട്ടിൽ ഓരോ വിഷയത്തിലും പുതിയ പുതിയ വിവാദങ്ങൾ ഇങ്ങനെ ഉണ്ടാവുകയാണ്. എല്ലാവരും എല്ലാറ്റിനെ പറ്റിയും അഭിപ്രായം പറയുന്നൊരവസ്ഥ ഇപ്പം ഉള്ളത്. ഏത് കാര്യത്തെപ്പറ്റും എല്ലാവരും എല്ലാറ്റിനെ പറ്റിയും പറയാ. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു, ലാ തഖ്ഫ് മാ ലൈസ ലക ബിഹി ഇൽമുൻ. ഈ നിനക്കറിയാത്തൊരു കാര്യത്തിൽ നീ നിൽക്കരുത്. നിന്റെ മേഖലയല്ലത്, അതിലിടപെടണ്ട. ഇന്ന സമ്മ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഈ കണ്ണും കാതും ഒക്കെ പടച്ചോൻ തന്നതാണ്. ഇതൊക്കെ തന്നതിനൊരു ഉദ്ദേശമുണ്ട്. ഇത് പടച്ചോൻ നാളെ ചോദ്യം ചെയ്യും. ഇപ്പം നിങ്ങൾ നോക്കി, ഇന്നിപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ലോകത്തിലെ എല്ലാ വിഷയങ്ങളിലും എല്ലാറ്റിലും ഒരു കമൻറ്റും ലൈക്കും ഷെയറും, എന്തായാലും ഈ 3 വാക്കെന്ന് ലോകത്ത് ഏറ്റവും പ്രസിദ്ധം. ഏതൊരു കാര്യത്തിലും കമന്റ് പറയുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഇതില്ല എങ്കിൽ ഇങ്ങനെ ഒരു ഒറ്റയാൾ പട്ടാളമായിട്ട് പല ആൾക്കാരും ഒരു വീട്ടിന്റെ മൂലയിലോ ഒരു ഓവാലത്തിന്റെ മുകളിലോ അല്ലെങ്കിൽ ഒരു തീരദേശത്ത് കടപ്പുറത്ത് പോയി ഇരുന്നിട്ടോ അല്ലെങ്കിൽ ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് പോയി ഇരുന്നിട്ടോ ഒക്കെ ഒഴിഞ്ഞിരുന്നിട്ട് ഒറ്റയാൾ പട്ടാളായിട്ട് എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, അങ്ങനെയുള്ള ആളുകളുടെ അവസാനം വളരെ മോശമായിരിക്കും. എല്ലാ കാര്യങ്ങളും ഇടപെട്ട് ഒരുപാട് ആൾക്കാർ, ഇപ്പൊ ഈ അടുത്തിടെ നടന്ന 2-3 ആത്മഹത്യകൾ അനാവശ്യമായിട്ട് ഇടപെട്ട ചില കാര്യങ്ങളാണ്, കമന്റുകളാണ്. അപ്പം അത് നോക്കുന്നു, അത് വായിക്കുന്നു, അത് ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സ് സങ്കടപ്പെടുന്നു. ചില ദുർബല ഹൃദയർ പെട്ടെന്ന് പോയി ജീവൻ ഒടുക്കുന്നു. എത്ര കുടുംബം തകർന്നു, എത്ര സ്ഥാപനങ്ങൾ തകർന്നു. സ്ഥാപനങ്ങൾ, ഒരു നാട്ടിലൊരു കച്ചവടം തുടങ്ങിയാൽ അതിനെ പറ്റിയിട്ട് 100 അഭിപ്രായം പറയാം, എന്നിട്ട് അങ്ങനെ പ്രചരിപ്പിക്കുക. എങ്ങനെയെങ്കിലും ആ കച്ചവടം പൂട്ടിയിട്ട് പോകാൻ പെരയിൽ പോകണം, അതിന് വേണ്ടി പണിയെടുക്കുക. ഇതൊന്നും നല്ലൊരു മനുഷ്യനുണ്ടാകുന്ന സ്വഭാവമല്ല. ഒരു വ്യക്തി ഒരു കുടുംബജീവൻ തുടങ്ങുന്നു, എന്നിട്ട് കല്യാണം ഉറപ്പിച്ചൊരു ചെറുപ്പക്കാരനെ പറ്റിയിട്ട് അയാളെ പറ്റിയിട്ട് ഇങ്ങനെ കമന്റുകൾ ഇട്ട് അങ്ങനെ ആ ഒരു ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്ത പോലും, അല്ലെങ്കിൽ ആ ദാമ്പത്യ ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളും കെടുത്തിക്കളയുന്ന, സന്തോഷങ്ങളും ഇല്ലാതെയാക്കുന്ന രൂപത്തിൽ ഇടപെടുക. എന്തിനാണ് സഹോദരങ്ങളെ അത്? ഒരു നല്ല മനുഷ്യന് പറ്റിയതല്ല. റസൂൽ പറഞ്ഞ നല്ല മനുഷ്യൻ എന്നതിൽ ഒരിക്കലും അത്തരം ആളുകളെ ഉൾപ്പെടുത്താൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് നല്ല മനുഷ്യനാകണമെങ്കിൽ നമ്മൾ ഇടപെടേണ്ട കാര്യങ്ങളിൽ മാത്രം ഇടപെട്ടാൽ മതി. നാട്ടിലെല്ലാ കാര്യത്തിലും ഇടപെടണമെന്ന ഇന്നത്തെ പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു പ്രമുഖ സ്വഹാബിയാണ്.
അദ്ദേഹം മരണാസന്നനായി കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം. അബൂ ദുജാനയുടെ ചരിത്രം പല സന്ദർഭത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം മരണാസന്നനായി കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം ജ്വലിക്കുന്നതായിട്ട് കൂടെയുള്ള ആൾക്കാർ കാണാണ്. വല്ലാത്തൊരു പ്രസന്നമായ മുഖം, മരണാസന്നനായി കിടക്കുകയാണ്. വല്ലാത്തൊരു പ്രസന്നമായ മുഖത്തോടുകൂടി, ജ്വലിക്കുന്ന മുഖത്തോടുകൂടി അദ്ദേഹത്തെ കണ്ടപ്പോ ചോദിച്ചു ചില ആളുകൾ, എന്താണ് അതിന്റെ കാരണം? അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞെന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്റെ മനസ്സിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചും ഒരു വെറുപ്പോ അസംതൃപ്തിയോ എന്റെ മനസ്സിലില്ല എന്ന് മാത്രമല്ല, ഞാൻ എന്നെ ബാധിക്കാത്ത ഒരു കാര്യത്തിലും ഇടപെടാറുണ്ടായിരുന്നില്ല. എന്നെ ബാധിക്കാത്ത ഒരു കാര്യത്തിലും ഇടപെടാറുണ്ടായിരുന്നില്ല. സഹോദരങ്ങൾ, ഒരു നല്ല ഹാത്തിമത്ത്, ഒരു നല്ല പര്യവസാനം ഈ ലോകത്ത് യാത്ര പറഞ്ഞു പോകുമ്പോൾ ഒരു നല്ല മനുഷ്യനായിട്ട് ലോകത്ത് പോകണം. ഒരു നല്ല മയ്യത്തായിട്ട് നമ്മളെ മയ്യത്ത് മാറണം. ഒരു നല്ല മയ്യത്താവണം കൊണ്ടുപോകുന്നത് പള്ളിയിലേക്ക്. കൊണ്ടുപോകും നമ്മളെ മയ്യത്ത്. നമ്മൾ ആ സമയം കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ജീവിക്കുന്ന കാലത്ത് നല്ലവനായിട്ട് ജീവിക്കാൻ കഴിയുക. അതിന്റെ റസൂൽ പറഞ്ഞ ഈ ഖൈറുന്നാസ് എന്ന അടയാളങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഇടപെടേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ ഇടപെടേണ്ടതിൽ നിർബന്ധമായിട്ട് ഇടപെടും വേണം. അതിന്റെ ബാക്കി ഇടപെടേണ്ടതില്ലാത്തിൽ ഇടപെടേണ്ടതിൽ ഇടപെടാതിരിക്കാനും പാടില്ല. അത് നല്ല മനുഷ്യനുണ്ടാകേണ്ട ഗുണമല്ല. എന്താണ് ഇടപെടേണ്ടത്? അള്ളാഹുവിന്റെ പള്ളി ഭവനം. ഇപ്പൊ ഇവിടെ ഇന്നത്തെ ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ പള്ളിയുടെ നിർമ്മാണവും നമ്മുടെ പള്ളിയുടെ വികസനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്‌രിബിന് ശേഷം ഇവിടെ അതിനെക്കുറിച്ചിട്ടുള്ള ആലോചന നടക്കാൻ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും, ജമാഅത്തിനും വരുന്ന എല്ലാ ആളുകളും, ഈ അള്ളാഹിന്റെ പള്ളിയെ സ്നേഹിക്കുന്ന, അതിൽ എന്തെങ്കിലും ഒരു ഖൈറ് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്ന മുഴുവൻ ആളുകളും അതിൽ വന്നിട്ട് നമ്മളെ സാന്നിധ്യം കൊണ്ടെങ്കിലും അതിൽ സഹകരിക്കണം. നമ്മളങ്ങനെ ഇന്ന് മഗ്‌രിബിന് ശേഷം വേറെ എന്തെങ്കിലും പണിക്ക് പോണതിന് പകരം നമ്മൾ ആലോചിക്കുക, ഇന്ന് നമ്മൾ ഇടപെടേണ്ട, നമ്മളെ സാന്നിധ്യം ഉണ്ടാകേണ്ട ഒരു സന്ദർഭമാണ്, ഒരു ദിവസമാണ്. അവിടെ നമ്മൾ ഉണ്ടാവണം. അത്തരം ഇടപെടലുകളിൽ നമ്മൾ ഉണ്ടാവണം. നമ്മളെ കൊണ്ട് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും അള്ളാഹിന്റെ ഈ പള്ളിക്ക് വേണ്ടിയിട്ട് അത് ചെയ്തു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഒരുപക്ഷെ നമ്മളെ കീശയിൽ നിന്ന് എടുത്ത് കൊടുക്കാനൊന്നും ഉണ്ടാവില്ല. എന്നാലും നമുക്ക് ഇടപെട്ട് പറയാൻ പറ്റുക, എത്തിച്ചു കൊടുക്കാൻ പറ്റുക ഏതെങ്കിലും ആളുകളൊക്കെ ഉണ്ടാകും. പറഞ്ഞു കൊടുക്കാൻ പറ്റുക ഒരു നമ്പറെങ്കിലും, ഇന്ന ഒരാളുകളൊന്ന് പോയി നോക്കി ഒരു 10 രൂപ കിട്ടിയാലായില്ലേ, നമ്മളെ കൊണ്ട് അതെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ സഹോദരങ്ങളെ, നമ്മളായിരിക്കും മനുഷ്യരിൽ ഏറ്റവും നല്ലവർ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ നന്മകൾക്കും സാക്ഷികളായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അതിഖ് റിഖാബനാ മിനൻ നാർ, അല്ലാഹുമ്മ ഇശ്ഫി മർദാനാ വമർദൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അർഹം മൗതാനാ വമൗതൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ الشرك والمشركين ودمر أعداءك وأعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.